ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയുടെ ക്ലാസ്സസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റം മോഡലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സിലബസ് അനുസരിച്ചിട്ട് 3 ആറ്റം മോഡൽസാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജെ തോംസൻ്റെ ആറ്റം മോഡലാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് അടുത്ത ആറ്റം മോഡൽ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം നോക്കാം. റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇതാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആൽഫ റേസിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൽഫ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആൽഫ റേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ റേസിനെ എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സോഴ്സിനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ റേഡിയേഷൻ കടന്നു പോകുന്ന ഒരു ലെഡ് പ്ലേറ്റ് ഉണ്ട്. ശേഷം നമ്മുടെ ഗോൾഡ് ഫോയിൽ, അതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗോൾഡ് ഫോയിലാണ്. ശേഷം ഈ ഗോൾഡ് ഫോയിലിൻ്റെ പുറകുവശത്തായിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ട് മൊത്തത്തിൽ കവറായിട്ടില്ല, ഇവിടെ ഓപ്പൺ ആണ്, ഇതിലേക്കൂടെയാണ് റേസ് ഗോൾഡ് ഫോയിൽ വന്ന് വീഴുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിന് പറയുന്ന പേരാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പ്ലേറ്റിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയായിരുന്നു. പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ഈ സോഴ്സിൽ നിന്ന് ഈ ഒരു ലെഡ് പ്ലേറ്റിലൂടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്കൂടെ കടന്ന് നമ്മുടെ ഗോൾഡ് ഫോയിൽ വന്ന് പതിക്കുകയാണ്. ഗോൾഡ് ഫോയിൽ വന്ന് പതിച്ച ആ റേഡിയേഷൻ ചിലത് ഈ ഭാഗത്തേക്ക് സ്കാറ്റർ ചെയ്യുന്നുണ്ട്, ചിലത് ഇതിൽ തട്ടി ഈ ഭാഗത്തേക്ക്, ചിലത് ഇതിൽ കൂടെ കടന്ന് ഈ ഭാഗത്തേക്ക് സ്കാറ്റർ ചെയ്യുന്നുണ്ട്, ചിലത് ഒരു പ്രശ്നവുമില്ലാതെ കറക്റ്റ് അതിൽ കൂടെ തന്നെ കടന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും. ചിലതിന് ഇങ്ങോട്ടേക്ക് സ്കാറ്ററിങ് സംഭവിച്ചു. ഇതാണ് ഒരു ഫിഗറിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല പല ഭാഗത്തേക്ക് സ്കാറ്ററിങ് സംഭവിച്ച് നമുക്ക് ഇവിടെ ഓരോ സ്പോട്ട് പോലെ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് നല്ല റൂദർഫോർഡ് കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആറ്റം എന്താണെന്നും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മോഡൽ ഇങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞതാണ് ശരിക്കും ഇവിടെ അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡ് പീസിനെ തന്നെ മാത്രം എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വിശദമാക്കി തരാം. ആ ഒരു എങ്ങനെയാണ് റേസ് കടന്നു പോയത്, എങ്ങനെയാണ് എൻ്റെ സ്കാറ്ററിങ് നടന്നതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്കീമാറ്റിക് മോളിക്കുലർ വ്യൂ ആണ് തരുന്നത്. അതായത് ജസ്റ്റ് ഇപ്പോൾ ഇത് നമ്മുടെ ഗോൾഡ് ഫോയിലിലെ ഓരോ ആറ്റംസ് ആണെന്നിരിക്കട്ടെ. സപ്പോസ് ഇങ്ങനെ ആറ്റമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ട് അല്ലേ. സെൻറ്ററിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനിയും വരുന്നുണ്ട് ന്യൂക്ലിയസിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സപ്പോസ് ഇത് ഗോൾഡിൻ്റെ ആറ്റംസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിലൂടെ റേഡിയേഷൻ കടന്നു പോകുകയാണ്. അപ്പോൾ ചിലത് ഒരു പ്രശ്നവും ഇല്ലാതെ നേരെ അങ്ങ് കടന്നുപോയി. എന്നാൽ ചിലത് ആ സെൻറ്ററിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ഒരു സ്കാറ്ററിങ്, ഒരു സൈഡിലേക്ക് ഒരു ചരിവുണ്ടായി. ചിലതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെൻറ്ററിൻ്റെ തൊട്ട് അടുത്ത് വന്നപ്പോൾ അവിടെ നിന്നും ഒരു സ്കാറ്ററിങ് സംഭവിച്ചു. ഇവിടുത്തെ കേസ് കാണിക്കുവാണെങ്കിൽ ചിലത് സെൻറ്ററിൽ കൂടെ തന്നെ കടന്നുപോയി, യാതൊരു പ്രശ്നമില്ല. എന്നാൽ ഇവിടുത്തെ കേസിൽ ഇതാണ് സെൻറ്റർ എങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് ഒരു സ്കാറ്ററിങ് സംഭവിച്ചു. ചില കേസിൽ ഈ സെൻറ്ററിലെത്തിയിട്ട് അത് തിരിച്ച് വന്ന വഴിയിലേക്ക് തന്നെ പോയി. ചിലത് ഇങ്ങനെ പോയി, ഇങ്ങനെയാണ് വന്നതിൻ്റെ പാത്ത്. അതിനുശേഷം അത് അവിടുന്ന് നേരെ തിരിച്ചത് വന്ന വഴിയിലേക്ക് തന്നെ മൂവ് ചെയ്തു, അതായത് റീബൗൺസ് ചെയ്തു നമുക്ക് പറയാം. ഇങ്ങനെ വന്നതിന് ശേഷം ഇതായിരുന്നു ഒരു ഡയറക്ഷൻ, വന്നതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് ബാക്കിലേക്ക്, അത് വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയുണ്ടായി. ചിലത് യാതൊരുവിധ കുഴപ്പമില്ലാതെ വന്നത് നേരെ അങ്ങ് പോയി. ചിലത് അടുത്ത് ഇങ്ങനെ വന്നു, ആ ന്യൂക്ലിയസിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഒരു സ്കാറ്ററിങ് അവിടെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ പല പല ഒബ്സർവേഷനാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് അദ്ദേഹത്തിനെ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയുണ്ടായി. അപ്പോൾ അതെന്തൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്നത് പോയിൻ്റ് വൈസോടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആൽഫ പാർട്ടിക്കിൾസിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ കടന്നുപോയി.
രണ്ടാമത്തത് എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് പറ്റി, വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. ചിലത് ഇവിടം വരെ വന്നിട്ട് പറഞ്ഞിരുന്നു അല്ലേ, ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു സ്കാറ്ററിങ്ങിൽ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ചെറിയൊരു ആംഗിൾ വ്യത്യാസത്തിലാണ് അവർക്ക് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. പറഞ്ഞതുപോലെ ചിലത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന റേഡിയേഷനാണ് ഇവിടെ വന്ന്, ഇത് ആറ്റമാണ്, ഇവിടുത്തെ ന്യൂക്ലിയസിൽ വന്ന് തട്ടിയതിന് ശേഷം നേരെ തിരിച്ചിത്, അതിനെയാണ് ബൗൺസ്ഡ് ബാക്ക് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് മാക്സിൻ്റെ കേസിൽ നമുക്കറിയാം, ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതാണ് പറയുന്നത് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബൈ നിയർലി 180 ഡിഗ്രി. ഇനി അദ്ദേഹം ഈ ഒരു ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് നിഗമനങ്ങൾ, ഇങ്ങനെ അത് മൂവ് ചെയ്തത് കൊണ്ട് ഇന്നതായിരിക്കാം കാരണം, അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റേ പാസ് ചെയ്തതുകൊണ്ട് ഇന്നത് ഉണ്ടാകാം ആറ്റത്തിൽ എന്നൊക്കെ കുറച്ച് നിഗമനങ്ങൾ അദ്ദേഹം എത്തുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ നിഗമനങ്ങൾ? അതിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാം. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി because most of the alpha particles passed through the gold foil without getting deflected. വായിക്കാൻ കാരണം അക്ഷരം മനസ്സിലാവുകയുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കൂടെ വെച്ചിട്ടാണ് വായിച്ചു പോകുന്നത്. ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി, അതായത് ആറ്റത്തിനുള്ളിലെ ഭൂരിഭാഗം സ്ഥലവും എംപ്റ്റി ആണ്, കാലിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ്, അതിനുള്ള കാരണമുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ്. കാരണം അദ്ദേഹം പറയുകയാണ്, ഇതാണ് നമ്മുടെ ആറ്റമെങ്കിൽ, ഇതിൻ്റെ ന്യൂക്ലിയസ് അങ്ങനെ ഇരുന്നോട്ടെ, ആറ്റമെങ്കിൽ കുറേ ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാതെ ആറ്റത്തിനുള്ളിൽ കൂടെ അങ്ങ് കടന്നു പോകുകയുണ്ടായി. അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുവാണ്, ഇതിങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ കടന്നു പോകണമെങ്കിൽ ഈ ആറ്റത്തിനകത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് അവിടെ എംപ്റ്റി സ്പേസ് ആയിട്ടുണ്ടാവും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അടുത്ത് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ഫ്രം ദിയർ പാത്ത്. നമ്മൾ പറഞ്ഞു, ഇതാണ് ഗോൾഡ് ഫോയിലിൻ്റെ ഒരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചിലർ യാതൊരുവിധ കുഴപ്പമില്ലാതെ പാസ് ചെയ്തു, എന്നാൽ ചിലർ ഏതോ പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ അവിടെ നിന്നൊരു ഡിഫ്ലക്ഷൻ, വളരെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമാണ് അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കണ്ടത്. അതായത് അവർ ആ പോയ പാത്തിൽ നിന്നൊരു വ്യതിയാനം അവിടെ നിന്നൊന്ന് വ്യതിചലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ പോസിറ്റീവ് ചാർജ്, ഒരു പ്ലസ് ചാർജ് ഉണ്ട് ആറ്റത്തിനകത്ത്, അതും എവിടെ തന്നെയാണ്, വളരെ കുറച്ച്, വെരി ലിറ്റിൽ സ്പേസിലാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. കാരണം വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമാണ് അവിടെ ഇതുപോലെ വ്യതിചലനം ഉണ്ടായത്. അതായത് വളരെ കുറച്ച് സ്പേസിൽ എന്ത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്? പോസിറ്റീവ് ചാർജ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞില്ല? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കറിയാം, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ പ്ലസ് ആയിട്ടുള്ള ആൾ ഇതിലേക്ക് ചെന്ന് ഇവിടെ നിന്നൊരു വ്യതിചലനം, ദാറ്റ് മീൻസ് അവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്ങോട്ടേക്ക് കടന്നു പോയി അവർ അട്രാക്റ്റ് ചെയ്ത് പോവാണ്ട് അവിടെ നിന്നൊരു വ്യതിചലിച്ചു, ഇവിടെ എന്തോ വന്ന് തട്ടി ഇങ്ങോട്ട് തിരിച്ചു പോന്നു എങ്കിൽ ഇവിടെ ഉള്ളതും ഇവിടെ റിപ്പൾഷൻ ഉണ്ടാവണമെങ്കിൽ, ഇത് പ്ലസ് ആണ് എങ്കിൽ ഇവിടെ റിപ്പൾഷൻ ഉണ്ടാകണമെങ്കിൽ ഇവിടെയും ഉണ്ടായിരുന്നത് എന്ത് ചാർജ് തന്നെയായിരിക്കും? പ്ലസ് ചാർജ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഒക്യുപ്പൈസ് വെരി ലിറ്റിൽ സ്പേസ്. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞ ഒബ്സർവേഷൻ്റെയും കൺക്ലൂഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയാണ്. സോ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മളത് പോകെ എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം വാസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ റീജിയൻ. ഏതായിരിക്കും ആ സ്മോൾ റീജിയൻ? സെൻറ്ററിലാണെന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ പോർഷനിലാണ്. ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ന്യൂക്ലിയസ്. നമ്മൾ വിളിച്ച പേരല്ല, അദ്ദേഹമാണ് ന്യൂക്ലിയസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് വെരി സ്മോൾ റീജിയൻ ഓഫ് ദ ആറ്റം വാസ് കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ ന്യൂക്ലിയസ് ഇസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ടെന്നാണ് പറയുന്നത്? ഇലക്ട്രോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ദാറ്റ് മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് എ വെരി ഹൈ സ്പീഡ്. വളരെ വേഗതയിൽ സർക്കുലർ പാത്തിൽ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗതയിൽ ആര് മൂവ് ചെയ്യുകയാണ്? ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത്.
അടുത്ത നോക്കാം. തേർഡ് പോയിന്റ്, ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ സെൻറ്ററിലുള്ള ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ സെൻറ്ററിലുള്ള ന്യൂക്ലിയസും ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഒരു ബലമുണ്ട് അവർ തമ്മിൽ. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയുകയാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് വേറൊരു പേര് കൂടി ഉണ്ട്, പ്ലാനറ്ററി മോഡൽ. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതായത് സണ്ണിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ പ്ലാനറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥത്തിൽ റൂദർഫോർഡിൻ്റെ മോഡലിന് പ്ലാനറ്ററി മോഡൽ എന്നുകൂടി പേരുണ്ട്. ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച് ആസ് ഇൻ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ കുറച്ച് അധികമായിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹം ആദ്യം പ്രപ്പോസ് ചെയ്ത എക്സ്പെരിമെൻറ്റ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, ശേഷം എന്താണ് മോഡൽ എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ, ശേഷം പറയാനുള്ളത് പ്ലാനറ്ററി മോഡൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. അടുത്ത മോഡൽ നമുക്ക് പഠിക്കാനുള്ളത് ബോർസ് മോഡലാണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.